കുട്ടികളുടെ ദന്ത സംരക്ഷണം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി ഡോക്ടർ അനൂപ് ഹാരിസ് സംസാരിക്കുന്നു. കുട്ടികളുടെ ദന്തപരിചരണം എപ്പോൾ തുടങ്ങണമെന്നുള്ളത് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. കുട്ടി ജനിച്ച സമയം മുതൽ തന്നെ വായുടെ ശുചീകരണവും നമ്മൾ തുടങ്ങണം. ദിവസം ഒരു നേരമെങ്കിലും തുണിയും ചെറു ചൂടുവെള്ളവും ഉപയോഗിച്ച് കുട്ടിയുടെ മോണ വൃത്തിയാക്കി വെക്കണം. എപ്പോഴാണോ കുട്ടിയുടെ പല്ല് മോണയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അന്നു മുതൽ തന്നെ പല്ലിന്റെ സംരക്ഷണവും തുടങ്ങേണ്ടതാണ്. സാധാരണഗതിയിൽ കുട്ടികളിൽ ആദ്യത്തെ പല്ല് പ്രത്യക്ഷപ്പെടുന്നത് 6-ാം മാസത്തിലായിരിക്കും. എന്നാൽ ഇത് 10-ാം മാസം വരെ നീണ്ടുപോകുന്നതും സാധാരണമായി കണ്ടുവരാറുണ്ട്. കുട്ടിക്ക് 30 മുതൽ 36 മാസം വരെ പ്രായമാകുമ്പോൾ 20 പാൽപ്പല്ലുകളും മോണയിൽ നിന്ന് പുറത്തു വന്നിരിക്കും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇതിന് താമസം നേരിടാം. ഈ അവസ്ഥ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ജനിതക സ്വഭാവം, മാസം തികയാതെയുള്ള ജനനം, കുറവുള്ള ജനനഭാരം, പോഷകാഹാരക്കുറവ്, പ്രത്യേകിച്ച് വിറ്റാമിൻ ഡി, കാൽഷ്യം, ഫോസ്ഫറസ് എന്നിവയുടെ, ചിലപ്പോൾ മോണയുടെ കട്ടി കൂടുതൽ കൊണ്ട് പല്ല് വരാൻ താമസം ഉണ്ടാകും. പല്ല് വരാൻ 10 മാസത്തിൽ കൂടുതൽ താമസമെടുക്കുകയോ ഒരു പല്ല് വന്നതിന് ശേഷം പല്ലുകൾ വരാൻ താമസമെടുക്കുന്നു എന്ന് സംശയം തോന്നിയാൽ ഉടൻ തന്നെ ഒരു ദന്ത ഡോക്ടറുടെ ഉപദേശം നേടേണ്ടതാണ്. 6-ാം മാസത്തിലാണ് ആദ്യ പാൽപ്പല്ല് വരുന്നത് എന്ന് പറഞ്ഞുവെങ്കിലും ചില അപൂർവ സന്ദർഭങ്ങളിൽ കുട്ടി ജനിക്കുമ്പോൾ തന്നെ വായിൽ പല്ല് കണ്ടുവെന്ന് വരാം. ഇങ്ങനെയുള്ള പല്ലുകളെ നേറ്റൽ ടൂത്ത് എന്നാണ് പറയുന്നത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ആദ്യ മാസം തന്നെ പല്ല് മോണ പൊട്ടി പുറത്തു വരുന്നത് കാണാം. ഇങ്ങനെയുള്ള പല്ലുകളെ നിയോനേറ്റൽ ടീത്ത് എന്നും വിളിക്കുന്നു. 90% സമയവും 6-ാം മാസത്തിൽ വരേണ്ട പാൽപ്പല്ല് നേരത്തെ വന്നതായിരിക്കാം ഈ പല്ലുകൾ. ഇങ്ങനെയുള്ള പല്ലുകൾക്ക് ഇളക്കമുണ്ടെങ്കിലോ പല്ലുകൾ കാരണം കുട്ടിയുടെ വായിലോ നാക്കിലോ മുറിവുണ്ടാകുന്നുണ്ടെങ്കിലോ കുട്ടിക്ക് മുലപ്പാൽ നൽകുന്നതിൽ അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിലോ ഒരു ദന്ത ഡോക്ടറെ കണ്ട് ഈ പല്ലുകൾ നീക്കം ചെയ്യേണ്ടതാണ്. അങ്ങനെ നീക്കുന്ന പക്ഷം 6-ാം മാസത്തിൽ പല്ല് വന്നു തുടങ്ങുമ്പോൾ ഇവ നിന്നിരുന്ന സ്ഥാനത്ത് പുതിയ പല്ലുകൾ വരാൻ സാധ്യതയില്ല. പല്ലുകൾ മോണയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയങ്ങളിൽ കുട്ടികൾ പല അസ്വസ്ഥതകളും കാണിക്കാറുണ്ട്. ഇങ്ങനെയുള്ള അസ്വസ്ഥതകളെ നമ്മൾ ടീത്തിങ് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് സാധാരണയായി ഈ സമയത്ത് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ? അമിതമായ ഉമിനീരുണ്ടാവുക, മോണകൾ ചുവന്നു തടിക്കുക, അമിതമായ കരച്ചിലും അസ്വസ്ഥതയും, ഉറക്കക്കുറവ്, വിശപ്പ് കുറയൽ, വിരലുകളും മറ്റു സാധനങ്ങളും കടിക്കാൻ ശ്രമിക്കുക, ചെറിയ തോതിലുള്ള പനി. ഇങ്ങനെയുള്ള അവസ്ഥയിൽ കുഞ്ഞിന്റെ മോണ മസാജ് ചെയ്ത് കൊടുക്കുകയോ ടീത്തിങ് ടോയ്സ് മേടിച്ച് നൽകുന്നതോ ഒരു പരിധിവരെ സഹായിക്കും. ഒരു കുട്ടിയുടെ ദന്തപരിചരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം 6-ാം മാസം മുതൽ 20-ാം മാസം വരെയാണ്. ഈ സമയത്ത് കാണുന്ന ഒരു പ്രത്യേക തരം ദന്തക്ഷയമാണ് നേസിംഗ് ബോട്ടിൽ കാരീസ്. കുട്ടിയുടെ മുകൾ താടിയുടെ പല്ലുകളെ ഒരു പ്രത്യേക രീതിയിലാണ് ഇത് ബാധിക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണം കുട്ടി ഉറങ്ങുമ്പോൾ മുലപ്പാലോ കുപ്പിപ്പാലോ നൽകുന്നതാണ്. ഉറങ്ങുന്ന സമയത്ത് ഉമിനീര് ഉൽപാദനം കുറവായതിനാൽ വായുടെ സ്വയമേയുള്ള വൃത്തിയാക്കൽ കുറയുന്നു. തന്മൂലം ദ്രാവങ്ങൾ പല്ലുമായി ഒട്ടിപ്പിടിച്ച് ഏറെ നേരം ഇരിക്കുകയും പല്ലുകളുടെ ഇനാമലിനെ ദ്രവിപ്പിക്കുകയും ചെയ്യുന്നു. മുകൾ താടിയിലെ മുൻനിരയിലുള്ള പല്ലുകളിൽ മോണയോട് ചേരുന്ന ഭാഗത്താണ് ഇതിന്റെ ലക്ഷണങ്ങൾ ആദ്യം പ്രകടമാകുന്നത്. ഒരു പൂപ്പൽ പോലെയോ ചെറിയ നിറവ്യത്യാസമായിരിക്കാം ആദ്യ ലക്ഷണങ്ങൾ. ക്രമേണ ഈ ഭാഗം പൊടിഞ്ഞു തുടങ്ങുകയും ഒരു നേരിയ മഞ്ഞ നിറമായി മാറും. ഇങ്ങനെ കണ്ടു തുടങ്ങിയാൽ ഉടനെ തന്നെ ഒരു ദന്ത ഡോക്ടറെ കണ്ട് വ്യാപനം തടയാനുള്ള പ്രതിവിധികൾ ചെയ്യണം. അലംഭാവം കാണിക്കുന്ന പക്ഷം അതിവേഗം തന്നെ മറ്റു പല്ലുകളെയും ഇത് ബാധിക്കും. എപ്പോൾ ബ്രഷിംഗ് തുടങ്ങണമെന്നുള്ളത് പലർക്കും ഇപ്പോഴും സംശയമുള്ളൊരു കാര്യമാണ്. പല്ലുകൾ വന്നു തുടങ്ങുന്ന സമയത്ത്, അതായത് ഒരു 6 മാസം മുതൽ 10 മാസം വരെ നനഞ്ഞ തുണി കൊണ്ട് വൃത്തിയാക്കി കൊടുക്കാം. പല്ലുകളുടെ എണ്ണം കൂടി തുടങ്ങുമ്പോൾ ഫിംഗർ ബ്രഷ് ഉപയോഗിച്ച് പല്ല് വൃത്തിയാക്കി തുടങ്ങാം. എന്നാൽ ടൂത്ത് പേസ്റ്റിന്റെ ഉപയോഗം ഈ സമയത്ത് അനുയോജ്യമല്ല. കുട്ടി തുപ്പാൻ ശീലിച്ചതിന് ശേഷം മാത്രം പേസ്റ്റ് ഉപയോഗിച്ച് തുടങ്ങുക. 2 വയസ്സ് മുതൽ നമുക്ക് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് തുടങ്ങാം. കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചുള്ള ടൂത്ത് ബ്രഷും ടൂത്ത് പേസ്റ്റുമാണ് ഉപയോഗിക്കേണ്ടത്. ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു പയറുമണിയുടെ വലിപ്പത്തിൽ മാത്രമേ പേസ്റ്റ് ഉപയോഗിച്ചാൽ മതി എന്നതാണ്. സ്ഥിരം ദന്തത്തിലെ പല്ലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ പാൽപ്പല്ലുകൾ വിലക്കുറവുള്ളവയാണ്. പല്ലുകളുടെ ഘടന മൂലം ഭക്ഷണപദാർത്ഥങ്ങൾ കുടുങ്ങാനുള്ള ഒരവസ്ഥ, മധുരം കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ഇടയ്ക്കിടയ്ക്കുള്ള ഭക്ഷണക്രമം, ചോക്ലേറ്റിന്റെ ഉപയോഗം എന്നിവ മൂലം പാൽപ്പല്ലുകൾ കേടുവരാൻ ഉള്ള അവസ്ഥ കൂടുതലാണ്. കുട്ടികൾ കൂടുതൽ പേരും സ്വയം തന്നെ ബ്രഷ് ചെയ്യുമെങ്കിലും ഒരു 10 വയസ്സുവരെ കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ മാതാപിതാക്കൾ ആരെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും.
അങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും നിറവ്യത്യാസമോ ആഹാരം കൂടി ഇരിക്കുന്നതായി തോന്നുകയോ പല്ലു കേടാകുന്നതിന്റെ എന്തെങ്കിലും ലക്ഷണങ്ങളിൽ കണ്ടാൽ ഉടനെ തന്നെ ദന്ത ഡോക്ടറെ കണ്ട് ഉപദേശം തേടുക. ചെറുതായി തുടങ്ങുന്ന പല്ലിന്റെ ക്യാവിറ്റി അല്ലെങ്കിൽ ദന്തരോഗം വേദനയും നീരും പഴുപ്പുമായി മാറാൻ ചുരുങ്ങിയ കാലം മതി. നമ്മുടെ അശ്രദ്ധ മൂലം കുട്ടിക്ക് വേദനയോ നീരോ ഉണ്ടാകുന്ന അവസ്ഥയിൽ അത് പാൽപ്പല്ലല്ലേ, പറിച്ചു കളഞ്ഞാൽ പോരെ, പുതിയ പല്ല് വരുമല്ലോ എന്ന ചിന്താഗതി ഒട്ടുമിക്കവരുടെ ഇടയിലുമുണ്ട്. എന്നാൽ ഒരു പല്ല് അതിന്റെ നിശ്ചിത കാലയളവിനുള്ളിൽ പറിച്ചു മാറ്റിയാൽ ഭാവിയിൽ അത് കൂടുതൽ ദോഷങ്ങൾക്ക് വഴിവെക്കും. ഇങ്ങനെയുള്ള അവസ്ഥയിൽ പൾപ്പക്ടമി അല്ലെങ്കിൽ കുട്ടികളുടെ റൂട്ട് കനാൽ ചെയ്ത് പല്ലിനെ അണുവിമുക്തമാക്കി നിലനിർത്താൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുന്ന പല്ലുകൾ സ്വാഭാവികമായി അത് പൊഴിയാനുള്ള സമയത്ത് പൊഴിഞ്ഞു പോവുകയും അതിന് താഴെയുള്ള സ്ഥിരദന്തം അതിന്റെ ശരിയായ സ്ഥാനത്ത് വരികയും ചെയ്യും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ സമയത്തിന് മുമ്പ് തന്നെ നമുക്ക് പല്ല് എടുത്തു കൊടുക്കേണ്ടി വരും. അങ്ങനെ പല്ലെടുക്കുന്ന അവസ്ഥയിൽ ആ വിടവിലോട്ട് അടുത്തുള്ള പല്ലുകൾ നീങ്ങുകയും സ്ഥിരദന്തം വരാനുള്ള സ്പേസ് അടഞ്ഞു പോവുകയും ചെയ്യാം. അത് ഒഴിവാക്കാൻ വേണ്ടി ദന്ത ഡോക്ടറെ കണ്ട് അവിടെ അനുയോജ്യമായ സ്പേസ്മെന്റ് അപ്ലയൻസ് വെച്ച് പല്ലെടുത്ത വിടവ് സംരക്ഷിക്കുകയും വേണം. പല്ലുകളെ കേടുവരാതെ സൂക്ഷിക്കുക മാത്രമല്ല ദന്ത സംരക്ഷണം. ഈ കാലയളവിൽ കുട്ടികൾക്കുണ്ടാകുന്ന ചില ശീലങ്ങൾ ഭാവിയിൽ കുട്ടിയുടെ പല്ലുകളുടെ നിരയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ വാവഴി ശ്വാസമെടുക്കുക അല്ലെങ്കിൽ മൗത്ത് ബ്രീത്തിങ് എന്ന് പറയും. സാധാരണഗതിയിൽ കുട്ടി ഉറങ്ങുമ്പോൾ വായ അടഞ്ഞ് മൂക്കിൽ കൂടി വേണം ശ്വാസം ചെയ്യാൻ. എന്നാൽ ചില കുട്ടികൾ വാവഴിയായിരിക്കും ഈ പ്രക്രിയ ചെയ്യുന്നത്. ഇതുമൂലം പല്ലുകൾ പൊങ്ങി വരുന്നതായി കാണാം. വിരലുകൾ ഉറിഞ്ചുക, തംസക്കിങ്. ഒരു 3 വയസ്സ് വരെ വിരലുകൾ ഉറിഞ്ചുന്നത് സ്വാഭാവികമായി കരുതാം. എന്നാൽ അതിനുശേഷവും ഈ ശീലം തുടർന്നാൽ അത് ഭാവിയിൽ മോണയുടെ നിരയെ ബാധിക്കും. നാക്ക് രണ്ടും പല്ലുകളുടെ ഇടയിലൂടെ എപ്പോഴും പുറത്തേക്ക് തള്ളുക, ടങ് ത്രസ്റ്റിംഗ്. ചുണ്ട് കടിക്കുക അഥവാ ലിപ് ബൈറ്റിംഗ്, അതായത് കുട്ടി കീഴ്ചുണ്ട് മുകളിലെയും കീഴ്ത്താടിയിലെയും പല്ലുകൾക്കിടയിലൂടെ കടിച്ചു പിടിക്കുക. ഇങ്ങനെയുള്ള ശീലങ്ങൾ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ദന്ത ഡോക്ടറെ കാണുക. ശീലങ്ങൾ മാറ്റാനുള്ള നിരവധി അപ്ലയൻസസ്, അതായത്